നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മെയ് മാസം 14 തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് രാശി മാറുകയാണല്ലോ. വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മേടം മുതൽ മിഥുനക്കൂറ് വരെയുള്ള നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കർക്കിടകക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങളാണ് പുണർന്നം നക്ഷത്രത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും. ഇവരുടെ 11ാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ 12ാം ഭാവത്തിലേക്ക് വരുന്നത്. ചാരവശാൽ വ്യാഴം 12ാം ഭാവത്തിൽ വരുന്നത് നന്നല്ല. 12ാം ഭാവം കൊണ്ട് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് നമ്മുടെ ചിലവുകളെയാണ്. കൂടാതെ 12ാം ഭാവം ഒരു മോക്ഷസ്ഥാനവുമാണ്. ഈ ഭാവം നഷ്ടങ്ങളെയും തടസ്സങ്ങളെയും അനാവശ്യ ചിലവുകളെയും ഒരു വ്യക്തിയുടെ നാശത്തെയും സൂചിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ രഹസ്യ ശത്രുക്കൾ 12ാം ഭാവമാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ആശ്രമ ജീവിതം, ഏകാന്തവാസം, ഒറ്റപ്പെടൽ, ആശുപത്രിവാസം ഇതെല്ലാം 12ാം ഭാവമാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴം ജ്ഞാനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ആത്മീയതയുടെയും ആധ്യാത്മികതയുടെയും ഒക്കെ ഗ്രഹവുമാണ്. വ്യാഴനെ സംബന്ധിച്ച് 3, 6, 8, 12 ഭാവങ്ങൾ ശുഭകരമായ ഭാവങ്ങളല്ല. ഇവിടെ വ്യാഴം വരുമ്പോൾ വ്യാഴത്തിൻ്റേതായ നൈസർഗിക ഗുണങ്ങൾക്ക് മങ്ങലേൽക്കുന്നു. ഈശ്വരാധീനം കുറയുകയും ചെയ്യുന്നു. നമുക്ക് ഈശ്വരാധീനം കുറയുമ്പോൾ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. 12ലെ വ്യാഴം കഠിനമായി ദുഃഖങ്ങൾ തരും എന്നാണ് പറയുന്നത്. തൊഴിൽ തടസ്സം, തൊഴിൽ നഷ്ടങ്ങൾ എന്നിവയും ഉണ്ടാകും. വ്യാഴം പണത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ 12ൽ വരുന്ന വ്യാഴം ധനനഷ്ടത്തെയും അമിതമായ ചിലവുകളും ഉണ്ടാക്കും. 12ൽ വ്യാഴം വരുമ്പോൾ നമ്മൾ ആർക്കും പണം കടം കൊടുക്കുവാൻ പാടില്ല. ആരിൽ നിന്നും പണം കടം വാങ്ങുവാനും പാടില്ല. കാരണം കടം കൊടുത്താൽ അത് പറഞ്ഞ സമയത്ത് മടക്കി കിട്ടുകയില്ല. വാങ്ങിയാൽ അത് കൃത്യസമയത്ത് തിരികെ കൊടുക്കുവാനും നമുക്ക് കഴിയാറുമില്ല. ഇത് രണ്ടും പിന്നീട് ശത്രുതകൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകാം. ഈ കാലഘട്ടത്തിൽ അപവാദങ്ങൾ കേൾക്കാനിടവരും. അപമാനകരമായ സാഹചര്യങ്ങളും ഉണ്ടാകാം. നിയമപരമായ ബാധ്യതകൾ വന്നു ചേരാം. വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ട്രാഫിക് നിയമം തെറ്റിച്ചു എന്ന പേരിൽ പെറ്റിയടയ്ക്കേണ്ട സാഹചര്യവും വന്നു ചേരാം. 12ാം ഭാവം നമ്മുടെ ഉറക്കത്തെ സൂചിപ്പിക്കുന്ന ഭാവമാകയാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉറക്കത്തിന് ക്രമക്കേടുകൾ ഉണ്ടാകാം. അതായത് ചിലർക്ക് രാത്രിയിൽ ഉറക്കം ഒട്ടും തന്നെ ഉണ്ടാകുന്നില്ല. എന്ത് ചെയ്തിട്ടും ഉറക്കം കിട്ടാതെ വട്ടുപിടിച്ച അവസ്ഥയിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് അമിതമായ ക്ഷീണം മൂലം അമിതമായ ഉറക്കവുമാകാം. ഈ കാലഘട്ടത്തിൽ ബിസിനസ്സിലൊക്കെ പണം മുടക്കുന്നവർ വളരെ സൂക്ഷിക്കണം. അമിതമായ പാഴ്ചിലവുകൾ ധാരാളമുണ്ടാകാം. ബിസിനസ്സുകൾ നഷ്ടത്തിലാകാനും അതുവഴി കടക്കെണിയിൽപ്പെട്ടു പോകാനും സാധ്യതയുള്ള സമയമാണ്. മാത്രമല്ല, ഇപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. പാർട്ട്ണർമാരുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനും അതുവഴി ബിസിനസ് നിന്നു പോകാനും കാര്യങ്ങൾ നിയമപരമായ രീതിയിലേക്ക് പോകാനും ഇടയുണ്ട്. ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം ഇവയിലൊന്നും ഇപ്പോൾ പണം മുടക്കുവാൻ പാടില്ല. കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം 6ഉം 9ഉം ഭാവാധിപനാണ്. 6ാം ഭാവാധിപൻ നമ്മുടെ ശത്രുക്കൾ, രോഗങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ ഇവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ്. 6ാം ഭാവാധിപൻ വ്യയസ്ഥാനത്ത് വരുമ്പോൾ രോഗങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടി വരാം. എങ്കിലും രോഗങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ്. ഇപ്പോൾ ശത്രുക്കൾ മൂലം ധനനഷ്ടം, കടങ്ങൾ, ബാധ്യതകൾ ഇവയെല്ലാം വർദ്ധിക്കാം. വ്യാഴം ഇവർക്ക് 9ാം ഭാവാധിപൻ കൂടിയാണ്. 9ാം ഭാവാധിപൻ ഭാഗ്യാധിപനാണ്, ധർമാധിപനാണ്. ഭാഗ്യാധിപൻ വ്യയസ്ഥാനത്ത് വരുമ്പോൾ പൊതുവെ ഒരു ഭാഗ്യക്കുറവ് അനുഭവത്തിൽ വരും. അത് കടങ്ങളെയും രോഗങ്ങളെയും ശത്രുക്കളെയും ഉണ്ടാക്കും. തൊഴിൽ തടസ്സങ്ങളും ധനാഗമനത്തിന് തടസ്സങ്ങളും വരുത്തും. നമ്മുടെ തൊഴിലിൽ നിന്നോ മറ്റോ ധനം വന്നു എന്നിരിക്കും, പക്ഷേ വരുന്നത് പോലെ തന്നെ ചിലവായി പോവുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശത്രുക്കൾ പ്രബലന്മാരായി തീരും. എവിടെയും ഒരു ഭാഗ്യഹീനത അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ആരിൽ നിന്നും നല്ല ഒരു വാക്ക് ഇപ്പോൾ കേൾക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല, എന്തിനും ഏതിനും കുറ്റപ്പെടുത്തലുകൾ മാത്രമാക്കും ഫലം. കേസുകൾ മുഖേനയോ കുടുംബപരമായ പ്രശ്നങ്ങൾ മൂലമോ ധനവ്യയമുണ്ടാകാം. ശത്രുക്കളുടെ പ്രവർത്തന ഫലമായിട്ട് ധനനഷ്ടവും ഉണ്ടാകാം.
എങ്കിലും ഇപ്പോൾ മനസ്സിൽ ആത്മീയപരമായ ചിന്തകൾ ഉണർന്നു വരുന്നതാണ്. ഈശ്വര കാര്യങ്ങളിലും ആധ്യാത്മികമായ കാര്യങ്ങളിലും താൽപ്പര്യമുണ്ടാകാം. തീർത്ഥയാത്രകൾ ചെയ്യുവാൻ അനുകൂലമായ സമയമാണ്. ആശ്രമങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഒരു താൽപ്പര്യം ഇപ്പോൾ ഉണ്ടാകും. ഭൗതിക ജീവിതത്തിൽ ഒരു വിരക്തി തോന്നുവാനിടയുണ്ട്. ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ച് ധാരാളം ചിന്തിക്കും. താൻ ആരാണ്, ഈ ജീവിതത്തിൽ എന്തു നേടി എന്നുള്ള ചിന്തകളും മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരും. ആത്മീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്ന ഒരു സ്വഭാവവും ഇപ്പോൾ ഉണ്ടാകുന്നു. എന്നാൽ വിദേശയാത്രയ്ക്ക് ഇത് അനുകൂലമായ സമയമാണ്. വിദേശത്ത് ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യവും ഒത്തുവരുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ നാട്ടിൽ വരാതെ അവിടെ തന്നെ തുടരുന്നതാണ് നല്ലത്. ഇവിടെ വന്നാൽ അത് സാമ്പത്തികമായി വളരെയേറെ നഷ്ടം ഉണ്ടാക്കി വയ്ക്കും. എന്നാൽ വിദേശത്തിരിക്കുന്നവർക്ക് സാമ്പത്തികമായി ഏറെ അനുകൂലമായ സമയവുമാണ് ഇത്. വ്യാഴപ്രീതിക്കായി വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്തം കഴിപ്പിക്കുക. കൂടാതെ വീട്ടിൽ വെച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വ്യാഴപ്രീതി ലഭിക്കുവാൻ വളരെ ഉത്തമമാണ്. സന്ധ്യാസമയത്ത് നിലവിളക്ക് കത്തിച്ചു വച്ചതിന് ശേഷം വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അത് പ്ലേ ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ കർക്കിടക കൂറുകാരുടെ വ്യാഴമാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.